നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് പോവാണ്. അവിചരിതമായിട്ട് പോയ ഒരു സ്ഥലമാണ്. എന്താ പറയുക, കോഴിക്കോടിൻ്റെയൊക്കെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമുക്കിനി ബോട്ട് സർവീസിനോ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനൊന്നും ആലപ്പുഴയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. നേരെ കോഴിക്കോട്ടേക്ക് വന്നാൽ മതി. എവിടെയാണെന്നല്ലേ, നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. അടിപൊളി സ്ഥലമാണ്. നേരെ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം. എരുന്ത് ഫ്രൈ, കരിമീൻ പൊരിച്ചത്. നമുക്കിതിന് മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാവേ. ഹായ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓളോപ്പാറയാണ്. കക്കോടിക്കടുത്ത് ചെലപ്പുറത്തിനടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഓളോപ്പാറ. ഓളോപ്പാറയുടെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഓളോപ്പാറ ഒന്ന് കറങ്ങാമെന്ന് വെച്ച് വന്നതാണ്. അന്ന് നമ്മൾ വന്ന കുറച്ച് സ്ഥലങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അന്ന് വേറെ റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇന്ന് നമ്മൾ വേറെ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണുന്നത്. കോഴിക്കോട് നിന്നും നരിക്കുനി ബാലുശ്ശേരി റൂട്ടിൽ കക്കോടിക്ക് പോവുക. കക്കോടിയിൽ നിന്നും ചെലപ്പുറം വഴിയാണ് നമ്മൾ ഓളോപ്പാറയിലേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ ചോടെയാണ് കക്കോടിയിൽ നിന്നും ഓളോപ്പാറയിലേക്കുള്ള ദൂരം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു അടിപൊളി സ്ഥലമാണ് ഓളോപ്പാറ. ബോട്ട് സർവീസും ഫുഡും ഒക്കെ ആയിട്ട് നമുക്കൊരു ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്. വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന റെസ്റ്റോറൻ്റാണ്. നമ്മൾ ആദ്യം വന്നപ്പം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ വന്നപ്പോഴത്തേന് കുറേ ഓർഡറൊക്കെ ആയത് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഓട്സ് റെസ്റ്റോറൻറ്റ്, അതാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ് ഈ റെസ്റ്റോറൻറ്റിലോട്ട്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. അകാലപ്പുഴയുടെ തീരത്താണ് ഈ ഹോട്ടലുള്ളത്. ഇതാണ് അകാലപ്പുഴ. ഇതിലൂടെയാണ് നമ്മുടെ ബോട്ട് സർവീസൊക്കെ നടത്തുന്നത്. ഈ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അതുപോലെ ഈ പാലത്തിലൂടെ നമുക്ക് നടക്കാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി വൈബാണ്. നമുക്കിതിന് മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാവേ. ഇത് ബോട്ടുകൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്, ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഒരു ബോട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇഷ്ടത്തിന് ബോട്ടായി. നല്ല കാറ്റാ. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വന്നതല്ല. നമ്മളിവിടെ വേറെ ആവശ്യത്തിന് വന്നപ്പോൾ നമ്മുടെ കസിൻസ് വരുന്നുണ്ട്. അവർക്കപ്പോൾ ഇവിടെ കറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും, നല്ല കാറ്റാണേ, ഞങ്ങൾ ശരിക്കും ഇന്ന് ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ കസിൻസ് വരുന്നുണ്ട്. അവർ വന്നപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സജഷൻ ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു നല്ല ഓളോപ്പാറ നല്ല അടിപൊളി സ്ഥലമാണെന്ന് കറങ്ങാമെന്ന്. അങ്ങനെ അവർ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ബോട്ടിലൊക്കെ ഒരു യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കാത്തിക്കാൻ ഞങ്ങൾ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളുടെ ഒരു വസന്തം തന്നെ തീർത്തറിയാം. ഇതുണ്ട് എൻ്റെ മുന്നിൽ ബേക്കിലോട്ടുണ്ടോ, നല്ല അടിപൊളി കാറ്റുമാണ്. കായലിൽ ഇതുണ്ടല്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഓളോപ്പാറയിലെ വിശദമായൊരു വീഡിയോ ആണിത്. ഇത് വേറൊരു വീഡിയോ, നമ്മളന്ന് കാണിക്കാത്ത കാഴ്ചകൾ. ഞങ്ങൾ ഈ ഇടയ്ക്കൊന്ന് ആലപ്പുഴ കറങ്ങിയിരുന്നു ഒരു ബോട്ടിലൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ. ആലപ്പുഴയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹൗസ് ബോട്ടും അല്ലാത്ത ബോട്ടുകളൊക്കെ നമ്മുടെ കോഴിക്കോടുണ്ട്. നമുക്ക് പാർട്ടി നടത്താനോ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ ഒക്കെ ഈ കോഴിക്കോട് ഓളോപ്പാറയിലേക്ക് വന്നാൽ മതി. ബോട്ട് സർവീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പരിപാടി വേണമെങ്കിലും നടത്താം. അതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. പിന്നെ നല്ല അടിപൊളി ഫുഡും കരിമീനൊക്കെ കൂട്ടി ഇവിടുന്ന് ചോറും കഴിക്കാം. അതിന് പറ്റിയൊരു സ്ഥലം കൂടിയാണേ. ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് കരിമീനൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയുമ്പോഴാണ് അവർ പാചകം ചെയ്ത് തരിക. അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അടിപൊളി. വെയിറ്റിങ്ങില്ല.
ലൂഡോ ബോർഡ് കളിച്ചുകൊണ്ട് രണ്ടാളും ഇവിടെ കരിമീനും ചോറും 200 രൂപയാണ് റേറ്റ്. നമ്മളിപ്പോൾ കഴിക്കുന്നത് 200 രൂപയാണ്. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാലാണ് കരിമീനൊക്കെ അപ്പറപ്പം റെഡിയാക്കി തരിക. അത് ഈ കാലിൽ തന്നെ പിടിക്കുന്നേ തോന്നുന്നുണ്ട്. ഇതൊക്കെ നല്ല കുറേ ഇവിടെ സർവീസ് നടത്തുന്ന ഒരു ബോട്ട് എത്തിയിട്ടുണ്ട്. ഇതിലോട്ട് കയറാനായിട്ട് ഇപ്പോൾ ആൾക്കാർ വേറെ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ടേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിവിടെ ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറും കറികളും മീൻ പൊരിച്ചതും എരുന്ത് ഫ്രൈയും എല്ലാം കൂടി ഒരു അടിപൊളി ഫുഡാണ് ഞങ്ങളിന്ന് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ റെഡിയാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഉപ്പേരി ഉണ്ട്, സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ എന്താണോ പറയുന്നത് അതുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. ഞാനിതിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ. ആവശ്യമുള്ളവർക്കാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം. നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ, ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് വിട്ടാൽ മതി. റോയി 3R വീഡിയോസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. അപ്പോൾ അതിലൊന്ന് കയറുക, ഒന്ന് ഫോളോ ചെയ്യുക, അതിനുശേഷം ഒരു മെസ്സേജ് വിടുക. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. കോഴിക്കോട് ടൗണിൽ നിന്നും ഓളോപ്പാറയിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമാണുള്ളത്. എൻ്റെ ബ്രദറിൻ്റെ മോളും മക്കളും ഭർത്താവുമാണ് വന്നിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു ബോട്ട് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പോകാനുള്ള ബോട്ടാണത്. ഈ ബോട്ടിൽ എത്ര ഉറുപ്പ്യയാവും, എത്ര സമയമാണ്, അത് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഒരു ലൈക്ക് അടിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. ബോട്ട് യാത്രയ്ക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഈ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ബോട്ട് യാത്രയുടെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.